ഇന്നലെ പാർലമെന്റിൽ വീണ്ടും ഒരു ആക്രമണ ശ്രമം ഉണ്ടായപ്പോൾ അക്രമികളെ കീഴ്പ്പെടുത്തിയത് ഒരു എംപിയാണ്. ഉത്തർപ്രദേശിലെ ബാന്ദയിൽ നിന്നുള്ള ബിജെപി എംപി ആർ.കെ. സിംഗ് പാട്ടീൽ സഭ താൽക്കാലികമായി പിരിഞ്ഞതിനെ തുടർന്ന് പുറത്തേക്ക് വരികയായിരുന്ന സമയത്താണ് ആക്രമിയെ പട്ടേൽ കണ്ടത്. തുടർന്ന് ബലപ്രയോഗത്തിൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് കീഴടക്കുകയായിരുന്നു. ആർ.കെ. സിംഗ് പാട്ടീൽ തന്നെയായിരുന്നു ഇന്നലെ പാർലമെന്റിലെ താരം. പാർലമെന്റ് ആക്രമണത്തിന്റെ മറ്റൊരു വാർഷിക ദിനത്തിൽ രാജ്യത്തെ ഞെട്ടിച്ച സുരക്ഷാ വീഴ്ചയിലൂടെ സഭയ്ക്കുള്ളിലേക്ക് ചാടിയ അക്രമിയെ പിടികൂടിയത് ബിജെപി എംപി ആർ.കെ. സിംഗ് പട്ടേൽ. സഭയിലെ താരമായത് പട്ടേലായിരുന്നു. സഭയിൽ നിന്ന് പുറത്തേക്ക് പോകും വഴിയാണ് പട്ടേലിന്റെ മുന്നിൽ അക്രമി എത്തിയത്. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ബലപ്രയോഗം നടത്തുകയായിരുന്നു. ഇത് കണ്ട പട്ടേൽ ഈ അക്രമിയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കീഴടക്കുകയായിരുന്നു. ഉടൻ തന്നെ സഭയിൽ നിന്ന് പുറത്തേക്ക് വന്ന മറ്റെംപിമാരും ചേർന്നു. ഇതിനിടയിൽ അക്രമി പുകവരുന്ന സ്പ്രേ അടിക്കുന്നുണ്ടായിരുന്നു. സഭ 2 മണിവരെ നിർത്തിവെച്ച സമയത്തായിരുന്നു അക്രമം. ഈ സമയം എംപിമാർ പുറത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ഷൂവിൽ ഒളിപ്പിച്ചു വെച്ച സ്പ്രേയുമായാണ് അക്രമികൾ സഭയ്ക്കുള്ളിലെത്തിയത്. ഉത്തർപ്രദേശിലെ ബന്ദയിൽ നിന്നുള്ള ബിജെപി എംപിയാണ് ആർ.കെ. പട്ടേൽ. 2009-ലാണ് പട്ടേൽ ആദ്യമായി എംപി ആയത്. 2017-ൽ UP നിയമസഭയിലേക്ക് മണിപ്പൂരിൽ നിന്ന് ജയിച്ച MLA ആയിരുന്നു. നേരത്തെയും പട്ടേൽ UP നിയമസഭാംഗമായിട്ടുണ്ട്. 96, 2002 തെരഞ്ഞെടുപ്പുകളിൽ കാർവിയിൽ നിന്നാണ് പട്ടേൽ ജയിച്ചത്. സഭയെയും രാജ്യത്തെയും ചങ്കിടിപ്പോടെ നിർത്തിയ നിമിഷങ്ങളിൽ ആർ.കെ. പട്ടേലിന്റെ സാഹസിക കൃത്യത്തെ രാജ്യമാകെ ആദരിക്കുകയാണ്. അക്രമി മറ്റൊരു അക്രമത്തിനും മുദ്രാത്ത നിലയിൽ കീഴടക്കാൻ കഴിഞ്ഞത് ആർ.കെ. പട്ടേലിന്റെ ശ്രമം കൊണ്ട് മാത്രമായിരുന്നെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 2001-ലെ പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക നാളിലാണ് വീണ്ടും ആക്രമണ ശ്രമം ഉണ്ടായതെന്നാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. 3 നിരകളിലായാണ് പാർലമെന്റിന് സുരക്ഷ നൽകുന്നത്. അതെല്ലാം ഭേദിച്ച് അകത്ത് കടന്നാണ് 2 പേർ സഭയ്ക്കുള്ളിലും 2 പേർ സഭയ്ക്ക് പുറത്തും അക്രമം നടത്തിയത്. പാർലമെന്റ് ഗേറ്റിലാണ് ആദ്യത്തെ സുരക്ഷാ ക്രമീകരണമുള്ളത്. മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ചാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. പാർലമെന്റ് ബിൽഡിംഗിന്റെ ഗേറ്റിലും ഇതേ പരിശോധന ആവർത്തിക്കും. കോറിഡോറിലും വീണ്ടും പരിശോധന നടത്തും. ഇത് കഴിഞ്ഞ് മാത്രമേ വിസിറ്റർ ഗാലറികളിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കൂ. ഇതെല്ലാമാണ് അക്രമികൾ 2 പേരും ഭേദിച്ച് അകത്ത് കടന്നത്. മൊബൈൽ ഫോണുകൾ പോലും ഗാലറിയിലേക്ക് പ്രവേശിപ്പിക്കാറില്ല. ഈ സാഹചര്യത്തിലാണ് 2 പേർ ഷൂവിൽ സ്പ്രേയർ ഒളിപ്പിച്ച് സഭാ കെട്ടിടത്തിന് ഉള്ളിലെത്തിയത്. ഗാലറിക്കുള്ളിലിരുന്നിരുന്ന ഇവർ കൈവരികൾ ചാടി എംപിമാർ ഇരിക്കുന്നിടത്ത് എത്തുകയായിരുന്നു. 2001 ഡിസംബർ 13-ന് രാജ്യവും ലോകവും ഞെട്ടിയ സംഭവമായിരുന്നു പാർലമെന്റ് ആക്രമണം. പാക് ഭീകര സംഘടനകളായ ലഷ്കർ-ഇ-തോയ്ബയും ജെയ്ഷെ മുഹമ്മദുമാണ് അന്ന് ആക്രമണം നടത്തിയത്. 9 പേരാണ് അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 5 ഭീകരരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ വകവരുത്തിയിരുന്നു.